അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവവചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വീണ്ടും വരാമെന്ന് അരുളി ചെയ്തവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തന്നെ നാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്നത്തെ അല്പസമയത്തെ ചിന്തയ്ക്കായി 16-ാം സങ്കീർത്തനം 2-ാം വാക്യം നമുക്ക് വായിക്കാം. ഞാൻ യഹോവയോട് പറഞ്ഞത്, നീ എൻ്റെ കർത്താവാകുന്നു, നീ ഒഴികെ എനിക്കൊരു നന്മയുമില്ല. അനുഗ്രഹിക്കപ്പെട്ട ഒരു വേദവാക്യമാണ് നാം കേട്ടത്. തൻ്റെ ഭർത്താവ് നഷ്ടപ്പെട്ട് ഭാവി ഇരുൾ അടഞ്ഞ അവസ്ഥയിൽ രൂത്ത് എത്തിപ്പെട്ടിരിക്കുകയാണ്. വിവാഹം കഴിഞ്ഞ് തനിക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ തൻ്റെ ഭർത്താവ് മരിച്ചു. ഇപ്പോൾ അവൾ അവളുടെ സ്വന്തം ദേശത്താണെങ്കിലും ഒരു വിദേശിയെ വിവാഹം കഴിച്ച അവൾക്ക് ഒരു തീരുമാനമെടുത്തേ ഒക്കൂ എന്ന അവസ്ഥ വന്നിരിക്കുകയാണ്. കാരണം തൻ്റെ ഭർത്താവിൻ്റെ മാതാവായ നവോമി അവളുടെ സ്വന്തം ദേശമായ ബേത്ലഹേമിലേക്ക് പോകുവാൻ ഒരുങ്ങിയിരിക്കുകയാണ്. ഇസ്രയേലിൻ്റെ ദൈവമായ യഹോവയെക്കുറിച്ച് നവോമി ഒത്തിരിക്കാരി രൂത്തിനോട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ആ യഹോവയെ തന്നെയാണ് രൂത്ത് ആശ്രയിക്കുന്നത്. എന്നാൽ നവോമി പറയുകയാണ്, ഞാൻ എൻ്റെ സ്വദേശത്തേക്ക് പോകുന്നു, ആകയാൽ നീ നിൻ്റെ അപ്പൻ്റെ ഭവനത്തിലേക്ക് പോയിക്കൊള്ളുക എന്ന്. ഒരു കാര്യം നിശ്ചയമാണ്, രൂത്ത് അവളുടെ അപ്പൻ്റെ ഭവനത്തിൽ ചെന്നാൽ അപ്പൻ്റെ ദൈവമായ കേമോശിനെ ആരാധിക്കേണ്ടി വരും. രൂത്ത് കേട്ടിട്ടുള്ള യഹോവ വിശുദ്ധി, സ്നേഹം, കരുണ എന്നീ ഗുണവിശേഷങ്ങൾ ഉള്ളവനാണെങ്കിൽ മോവാബിരുടെ ദൈവമായ കേമോശിന് ദൈവത്തിൻ്റെതായ യാതൊരു സ്വഭാവ ഗുണവും ഇല്ലാത്തവനും മനുഷ്യരെ യാഗമായി നൽകണമെന്ന് ആവശ്യപ്പെടുന്നവനും ആയിരുന്നു. യഹോവയുടെ സന്നിധിയിൽ ചെന്നാൽ സമാധാനവും സന്തോഷവും പ്രത്യാശയും ധൈര്യവും ലഭിക്കുമെങ്കിൽ കേമോശിൻ്റെ മുമ്പിൽ ചെന്നാൽ രക്തക്കറയും ഭീതിയും സമാധാനം നഷ്ടപ്പെടുന്ന സാഹചര്യവും സാമ്പത്തിക നഷ്ടവും മാത്രമാണ് ലഭിച്ചുകൊണ്ടിരുന്നത്. യഹോവ അനാഥന്മാർക്ക് പിതാവും വിധവമാർക്ക് ന്യായം പാലിച്ച് കൊടുക്കുന്നവനുമാകുന്നു എന്ന് നവോമിയിൽ നിന്നും ന്യായപ്രമാണ പുസ്തകമായ ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തന എന്നീ ബൈബിളിലെ ആദ്യ 5 പുസ്തകങ്ങളിൽ നിന്നും രൂത്ത് പഠിച്ചിട്ടുണ്ട്. എന്നാൽ കേമോശ് എന്ന മോവാബ്യ ദൈവം രൂത്തിൽ നിന്നും നന്മ പ്രാപിക്കുകയല്ലാതെ യാതൊരു സഹായവും രൂത്തിന് ചെയ്യുവാൻ കഴിവുള്ളവനല്ല എന്ന് രൂത്ത് മനസ്സിലാക്കിയിട്ടുണ്ട്. അതും അവളുടെ ബാല്യപ്രായത്തിൽ തന്നെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ മക്കളില്ലാത്ത, ഭർത്താവില്ലാത്ത അനാഥയും വിധവയുമാണ് താൻ. ഇന്ന് തൻ്റെ ഭർത്താവിൻ്റെ അമ്മയായ നവോമി ബേത്ലഹേമിൽ പോയാൽ താൻ തീർത്തും അനാഥയാകുവാൻ പോകുന്നു. അവൾ യഹോവയെക്കുറിച്ച് നന്നായി പഠിച്ചു, അവൾ നന്നായി ആലോചിച്ചു. ഒരു തീരുമാനമെടുക്കുവാൻ അവൾക്ക് രണ്ടാമതും ആലോചിക്കേണ്ടി വന്നില്ല. രൂത്ത് നല്ല ഉറച്ച സ്വരത്തിൽ പറഞ്ഞു, നിന്റെ ദൈവം എൻ്റെ ദൈവം. 16-ാം സങ്കീർത്തനം 2-ാം വാക്യത്തിൽ ദാവീദ് പറയുകയാണ്, നീ എൻ്റെ കർത്താവാകുന്നു എന്ന്. രൂത്തും അത് തന്നെയാണ് നവോമിയോട് പറഞ്ഞത്, നിന്റെ ദൈവം എൻ്റെ ദൈവം. യഹോവയെ തൻ്റെ ശരണമാക്കിയിരിക്കുന്ന, അഥവാ കർത്താവായ യേശു ക്രിസ്തുവിനെ ആശ്രയമാക്കിയിരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാനാണ്. കാരണം അനർത്ഥകാലത്ത് അവൻ നമുക്കൊരു മറിവിടമായിരിക്കും, പരിചയമായിരിക്കും. 63-ാം സങ്കീർത്തനത്തിലും ദാവീദിന് ഒന്നേ പറയാനുള്ളൂ, ദൈവമേ നീ എൻ്റെ ദൈവം, അധികാലത്ത് ഞാൻ നിന്നെ അന്വേഷിക്കും. 63-ാം സങ്കീർത്തനം 1-ാം വാക്യത്തിൽ ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നു. കഷ്ടകാലത്ത് സഹായിക്കുന്നവനാണ് കർത്താവായ യേശു ക്രിസ്തു. എല്ലാവരും നമ്മെ വിട്ടകലുന്ന സമയമാണ് നമ്മുടെ കഷ്ടകാല സമയം. എന്നാൽ ആ കാലത്താണ് കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ ഏറ്റവും അടുത്ത തുണയായി നമ്മെ സഹായിക്കുവാൻ വരുന്നത്. മാറി നിന്ന് നമ്മെക്കുറിച്ച് മോശമായ അഭിപ്രായം പറയുവാൻ അനേകർ തയ്യാറാകുമ്പോൾ യേശു അടുക്കെ വന്ന്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്ന് അരുളി ചെയ്യും. ഒരു കാര്യം നാം ഓർക്കണം, നീ എൻ്റെ കർത്താവാകുന്നു എന്ന് പറഞ്ഞാൽ നീ എൻ്റെ ദൈവമാണെന്ന് അതിനർത്ഥമുണ്ട്. അപ്പോൾ തന്നെ എന്നെ കർത്തൃത്വം നടത്തുവാൻ ഞാൻ നിന്നെ അനുവദിക്കുന്നു എന്നും അതിന് അർത്ഥമുണ്ട്. കർത്തൃത്വം നടത്തുക എന്നാൽ ഒരു വാഹനം ഓടിക്കുന്ന വ്യക്തി നല്ല റോഡിൽ കൂടി മാത്രം വണ്ടി ഓടിക്കുവാൻ ഇഷ്ടപ്പെടുന്നത് പോലെ യേശു നമ്മുടെ ഹൃദയത്തിൻ്റെ കർത്താവായാൽ നല്ല വഴിയിൽ കൂടി മാത്രമേ നമ്മെ നയിക്കുകയുള്ളൂ. കർത്താവിന് ഇഷ്ടമുള്ള വഴികളിലേക്ക് കർത്താവ് നമ്മെ നയിക്കുകയുള്ളൂ. ചുരുക്കി പറഞ്ഞാൽ പാപത്തിൻ്റെ ഒരു വഴിയിലേക്കും പോകുവാൻ കർത്താവ് സമ്മതിക്കുകയില്ല. കാരണം കുഴികൾ നിറഞ്ഞ റോഡിൽ കൂടി വാഹനം ഓടിക്കുമ്പോൾ വാഹനത്തിന് കേടുപാടുകൾ സംഭവിക്കുന്നത് പോലെ തെറ്റായ ജീവിത പാതയിൽ കൂടി നാം യാത്ര ചെയ്താൽ നാം തകർന്ന് തരിപ്പണമാവുകയും ഒടുവിൽ നരകത്തിൽ യുഗായുഗങ്ങൾ
യാതന അനുഭവിക്കേണ്ടി വരും. അതിൽ നിന്നും നമ്മെ രക്ഷിക്കുവാനാണ് യേശു ശ്രമിക്കുന്നത്. ചിലപ്പോൾ ഒരു വഴി മനുഷ്യന് ചൊവ്വായി തോന്നും, എന്നാൽ അതിൻ്റെ അവസാനം മരണവഴികൾ ആയിരിക്കുമെന്ന് ബൈബിൾ നമുക്ക് മുന്നറിയിപ്പ് തരുന്നുണ്ട്. സദൃശവാക്യങ്ങൾ 14 അധ്യായം 12 വാക്യത്തിലാണ് ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. മരണവഴികൾ ഒഴിഞ്ഞു മാറി ശാശ്വത മാർഗത്തിൽ, രക്ഷയുടെ മാർഗത്തിൽ മുന്നേറുന്നതിനായി ദാവീദ് പറഞ്ഞതുപോലെ നമുക്കും പറയാം, യേശുവേ നീ എൻ്റെ കർത്താവ്, അഥവാ യേശുവേ നിന്നെ ഞാൻ എൻ്റെ കർത്താവായി അംഗീകരിക്കുന്നുവെന്ന്. 16 സങ്കീർത്തനം 2 വാക്യത്തിൽ സങ്കീർത്തനക്കാരൻ പറയുകയാണ്, നീ ഒഴികെ എനിക്കൊരു നന്മയുമില്ല എന്ന്. ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ, നീ അല്ലാതെ എനിക്കൊരു നന്മയും വേണ്ട എന്ന്. കാരണം എന്താണെന്ന് നമുക്ക് പരിശോധിക്കാം. യേശു പറഞ്ഞു, കള്ളൻ എടുക്കുന്നതും പുഴു നശിപ്പിക്കുന്നതുമായ ഈ ലോകത്തിൽ നിങ്ങൾ സമ്പത്ത് ഉണ്ടാക്കരുത് എന്ന്. കള്ളനെടുക്കാത്തതും പുഴു നശിപ്പിക്കാത്തതുമായ സ്വർഗത്തിൽ നിങ്ങൾ നിക്ഷേപം സ്വരൂപിച്ചു കൊള്ളുവിൻ എന്നാണ് യേശു പഠിപ്പിച്ചത്. കോടാനുകോടി രൂപയും വസ്തുവകയും സ്വർണവും സമ്പാദിച്ച അനേകരെക്കുറിച്ച് നമുക്കറിയാം. അവരിൽ പലരുടെയും സമ്പത്തിൽ അനേകരുടെ കണ്ണുനീരും നിലവിളിയും ഉണ്ടായിട്ടുണ്ട്. അപ്രകാരമുള്ള സമ്പത്തുണ്ടാക്കുന്ന വ്യക്തികളെയാണ് ഞാനിവിടെ സൂചിപ്പിക്കുന്നത്. ഒടുവിൽ പ്രായമായി നടക്കുവാൻ കഴിയുന്നില്ല. ഒത്തിരി കോടികൾ ബാങ്കിലും അലമാരയിലും ഇരിപ്പുണ്ട്, എന്നാൽ നടക്കുവാൻ കഴിയുന്നില്ല. ആഹാരം കഴിക്കുവാൻ സാധിക്കുന്നില്ല. എന്തിനേറെ അല്പം വെള്ളം പോലും കുടിക്കുവാൻ കഴിയുന്നില്ല. പണമില്ലാഞ്ഞിട്ടോ വിശപ്പില്ലാഞ്ഞിട്ടോ ദാഹമില്ലാഞ്ഞിട്ടോ അല്ല, ആരെയും വിശ്വാസമില്ലാത്തത് കൊണ്ട് ATM കാർഡ് കൈവശം തന്നെ ഇരിക്കുന്നു. ഷുഗറും കൊളസ്ട്രോളും പ്രഷറും ഉള്ളതുകൊണ്ട് ആഹാരം കഴിക്കുവാൻ നിവൃത്തിയില്ല. വൃക്ക പോയി കിടക്കുന്നതിനാൽ വെള്ളം കുടിക്കുവാൻ കഴിയുന്നില്ല. ഇപ്പോൾ ഒരേ ഒരു ആഗ്രഹമേ ഉള്ളൂ, സ്വന്തം കാലിൽ നടന്ന് ബാത്റൂമിൽ ഒന്ന് പോയാൽ മതിയായിരുന്നു. മനുഷ്യൻ്റെ അവസ്ഥ ഇതാണെന്ന് മനുഷ്യൻ നല്ല ആരോഗ്യമുള്ളപ്പോൾ മനസ്സിലാക്കുവാൻ മനുഷ്യന് കഴിഞ്ഞാൽ ആ മനുഷ്യൻ ബുദ്ധിയുള്ളവനാണെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ദാവീദ് നല്ല ബുദ്ധിയുള്ളവനായിരുന്നു. കാരണം ഇസ്രയേലിൻ്റെ രാജാവായി തീരുകയും അവനെ തകർക്കുവാൻ ശ്രമിച്ചവരെല്ലാം തകരുകയും ചെയ്തപ്പോൾ ദാവീദ് ചിന്തിച്ചു, ഇനി ഞാനൊരു നാളും കുലുങ്ങിപ്പോകുകയില്ല എന്ന്. ആ ചിന്ത അവന് വന്നപ്പോൾ ബത്ശേബ എന്ന ഊരിയാവിനെ കൊന്നുകൊണ്ട് തന്നെ തൻ്റെ സ്വന്തം ഭാര്യയാക്കി തീർത്തു. ദൈവം ദാവീദിനെ എഴുന്നേൽക്കുവാൻ പറ്റാത്ത വിധം ദേഹി ആത്മാവിൽ കഠിനമായി ശിക്ഷിച്ചു. രോഗക്കിടക്കയിൽ വെച്ച് അവൻ തൻ്റെ ദൈവത്തെ മുഖാമുഖം കണ്ടു. വാസ്തവത്തിൽ ഇസ്രയേലിൻ്റെ പ്രമാണം അനുസരിച്ച് കൊലപാതകത്തിനും വ്യഭിചാരത്തിനും ഒരു യാഗം ഇല്ലാത്ത പാപമാകിയാൽ ദാവീദ് കല്ലെറിയപ്പെട്ടോ തീയിൽ വീണോ മരിക്കേണ്ടവനായിരുന്നു. എന്നാൽ അപ്രകാരം ചെയ്യുവാൻ ദൈവത്തിന് കഴിയുമായിരുന്നെങ്കിലും ദാവീദ് അതിനു മുമ്പ് ഒരു തെറ്റും ചെയ്യാതെ ജീവിച്ചിരുന്ന വിശ്വസ്തൻ ആയതിനാൽ അവനെ കൊല്ലാതെ തന്നെ ദൈവം ശിക്ഷിച്ചു. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമകനെ, ദൈവമകളെ, തെറ്റുകൾ നമ്മിൽ വരുമ്പോൾ നമ്മെ അവൻ ശിക്ഷിക്കുന്നുണ്ടെങ്കിൽ യേശുവിൻ്റെ കാൽവരി സ്നേഹം നമ്മെ പിന്തുടർന്ന് നിത്യനരകത്തിൽ നിന്നും നമ്മെ രക്ഷിക്കുകയാണെന്ന് നാം ഓർക്കണം. നാഥാൻ പ്രവാചകനെ വിട്ട് ദൈവം ദാവീദിനെ ബോധം വരുത്തി. ഇപ്പോൾ ദാവീദ് പറയുകയാണ്, നീ എൻ്റെ കർത്താവാകുന്നുവെന്ന്. എന്നെ ഇനി നീ കൺട്രോൾ ചെയ്താൽ മതി. ഇനി ഒരിക്കലും ഞാൻ എനിക്ക് തോന്നിയതുപോലെ ജീവിക്കുകയില്ല എന്നുകൂടി അതിന് അർത്ഥമുണ്ട്. തന്നെയുമല്ല, അവന് ഇപ്പോൾ നല്ല ബുദ്ധിയുണ്ട്. അവൻ ബൈബിൾ വായിക്കുവാനും അത് അനുസരിക്കുവാനും തുടങ്ങി. ഒടുവിൽ അവൻ പറയുകയാണ്, വാർദ്ധക്യവും നരയുമുള്ള കാലത്തും എന്നെ ഉപേക്ഷിക്കരുതേ എന്ന്. 71 സങ്കീർത്തനം 18 വാക്യത്തിലും 21 സങ്കീർത്തനം 9 വാക്യത്തിലും നമുക്കത് വായിക്കുവാൻ കഴിയും. അവനോടും നമ്മോടും കർത്താവിനൊന്നേ പറയുവാനുള്ളൂ, നീ നരച്ചാലും ഞാൻ നിന്നെ ചുമക്കും. യെശയ്യാപ്രവചനം 46 അധ്യായം 4 വാക്യത്തിലാണ് അത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നമ്മുടെ ബലം ക്ഷയിക്കുമ്പോൾ എല്ലാവരും മടുക്കും, നാം തന്നെ നമ്മെ മടുക്കും. എന്നാൽ ഇന്ന് ദാവീദിനെ പോലെ യേശുവിനോട് നീ എൻ്റെ കർത്താവാകുന്നു എന്ന് പറയുകയും നമ്മെ നയിക്കുവാൻ കർത്താവിനോട് പറഞ്ഞ് നമുക്ക് ബോധിച്ചവണ്ണം നടക്കാതെ ബൈബിൾ അനുസരിച്ച് ജീവിക്കുകയും ചെയ്താൽ നാം മരിക്കുവോളം നമ്മെ ചുമക്കുകയും മരിച്ചാൽ നമ്മെ മഹത്വത്തിലേക്ക് കൈക്കൊള്ളുകയും ചെയ്യുന്നവനാണ് കർത്താവായ യേശു ക്രിസ്തു. നിൻ്റെ ദൈവം എൻ്റെ ദൈവമെന്ന് ധൈര്യത്തോടെ പറഞ്ഞ രൂത്ത് ഇന്നറിയപ്പെടുന്നത് കേവലം മോവാബ്യ സ്ത്രീ എന്ന പേരിലല്ല, പിന്നെയോ അനാഥയും
വിധവയുമായ നവോമി എന്ന രൂത്തിൻ്റെ അമ്മാവിയമ്മയെ സംരക്ഷിച്ചവൾ എന്ന പേരിലും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വലിയമ്മ എന്ന പേരിലുമാണ് അറിയപ്പെടുന്നത്. കർത്താവായ യേശു ക്രിസ്തു യഹോവയായ ദൈവമാണെന്നും അവൻ അനാഥന്മാർക്ക് പിതാവും വിധവമാർക്ക് ന്യായം പാലിച്ചു കൊടുക്കുന്നവനുമാകുന്നു എന്ന് നാം ഓർക്കണം. നീ ഒഴികെ എനിക്കൊരു നന്മയും വേണ്ട എന്ന് പറഞ്ഞ് ദാവീദ് എന്നറിയപ്പെടുന്നത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വലിയപ്പൻ എന്ന പേരിലാണ്. നമുക്ക് കഴിയുമോ രൂത്തിനെ പോലെ നിൻ്റെ ദൈവം എൻ്റെ ദൈവം എന്ന് യഹോവയെ അഥവാ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുവാൻ? നമുക്ക് കഴിയുമോ ദാവീദിനെ പോലെ നീ ഒഴികെ എനിക്കൊരു നന്മയും വേണ്ട എന്ന് പറയുവാൻ? ഒരു നിത്യത മരണശേഷം നമുക്ക് ദൈവം ഒരുക്കി വെച്ചിരിക്കുന്നു എന്ന ചിന്തയോടെ ജീവിച്ച്, ദൈവമേ നീ എൻ്റെ ദൈവം, നീ എന്നെ നടക്കേണ്ടുന്ന വഴിയിൽ കൂടി മാത്രം നടത്തണമേ, നീ ഒഴികെ ഒരു നന്മയും എനിക്ക് വേണ്ട എന്ന് കർത്താവിനോട് നമുക്ക് പറയാം. ബൈബിൾ തുടക്കം മുതൽ അവസാനം വരെ വായിച്ച് അവസാനം വരെ തുടർച്ചയായി വായിക്കുകയും കർത്താവിൻ്റെ കൽപ്പനകൾ കണ്ടെത്തി ആ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് നമുക്ക് ജീവിക്കുകയും ചെയ്തുകൊണ്ട് നമുക്ക് ദൈവസ്നേഹത്തിൽ വസിക്കുകയും നിത്യജീവനാവകാശികളായി തീരുകയും ചെയ്യാം. അതിന് കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, നല്ല വചനത്തിനായി അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എന്നെ കേൾക്കുന്ന ഏതെങ്കിലും പ്രിയപ്പെട്ടവർ സമാധാനമില്ലാതെ ആയിരിക്കുന്നെങ്കിൽ അങ്ങ് അവർക്ക് സമാധാനം കൊടുക്കണമേ. ഏതെങ്കിലും അനാഥരും വിധവയും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ അങ്ങ് അവർക്ക് ആശ്വാസത്തിൻ്റെ വചനം നൽകി കൊടുത്ത് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. രോഗത്താൽ ഭാരപ്പെടുന്നവർക്ക് രോഗസൗഖ്യം കൊടുക്കണമേ. പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് പഠിക്കുവാനുള്ള ബുദ്ധി, ജ്ഞാനവും ഓർമ്മശക്തിയും കൊടുക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.